ഗുണ്ടാത്തലവൻ മരട് അനീഷിനെ കൊച്ചിയിൽ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ചാ കേസിലാണ് അനീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ്. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, ഒളിവിലായിരുന്ന അനീഷിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത്? അനീഷ, വളരെ യാദൃശികമായാണ് ഈ മരട് അനീഷിനെ മുളവുകാട് പോലീസ് പിടികൂടുന്നത്. അതായത് കൊച്ചിയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ഗുണ്ടാ നേതാവാണ് മരട് അനീഷ്. 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തമിഴ്നാട്ടിൽ നടന്ന ഒരു സ്വർണ്ണ കവർച്ച കേസിൽ തമിഴ്നാട് പോലീസ് എടുത്ത കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മരട് അനീഷ്. കൊച്ചിയിലെ തന്നെ ഒരു ഫ്ളാറ്റിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തമിഴ്നാട് കാവടി പോലീസ് രജിസ്റ്റർ ചെയ്ത വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർന്നു എന്ന കേസിലാണ് ഇയാളെ തമിഴ്നാട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് തന്നെ ഒരു ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ തപ്പി ഇറങ്ങിയതാണ് മുളവുകാട് പോലീസ്. ഈ പ്രതിയെ തപ്പി ചെന്നപ്പോഴാണ് ഈ മരട് അനീഷ് മറ്റൊരു യുവതിക്കൊപ്പം ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. ഈ മരട് അനീഷിനെ അവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇത് തുടർ നടപടികൾ കോടതിയിൽ എത്തിച്ച ശേഷമായിരിക്കും ഇത് തമിഴ്നാട് പോലീസിന് കൈമാറണമോ നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് മരട് അനീഷിനെതിരെ കൊച്ചിയിൽ തന്നെ നിരവധി കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസുകളിൽ അത് കോടതിയിൽ എത്തിയ ശേഷമായിരിക്കും എന്ത് ചെയ്യണം, മരട് അനീഷിനെ തമിഴ്നാട് പോലീസിന് കൈമാറണമോ എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമെടുക്കുക. അടുത്തിടെ മരട് അനീഷ് മാധ്യമങ്ങളിലൂടെയും മറ്റും തനിക്ക് നേരെ വധഭീഷണിയുണ്ടെന്നും വ്യാജ കേസുകൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒപ്പം കൊച്ചിയിലെ പല ലഹരി മാഫിയകളും തനിക്കെതിരെ നിൽക്കുന്നു, താൻ ലഹരി മാഫിയകൾ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു, തന്നെ പോലീസ് എൻകൗണ്ടറിൽ തീർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മരട് അനീഷ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കേസ് തമിഴ്നാട് പോലീസ് എടുക്കുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മരട് അനീഷ്. ഏതായാലും ഇയാൾ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. അനീഷ.